CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂരിന്റെ കലാകൗമാരത്തിന്റെ വിസ്മയ പകർന്നാട്ടങ്ങൾക്കായി ചരിത്രമുറങ്ങുന്ന കുന്നംകുളത്തിന്റെ മണ്ണ് ഒരുങ്ങി. കൃത്യമായ ക്രമീകരണങ്ങളോടെ 35ാമത് റവന്യൂ ജില്ലാ കലാമേള കെങ്കേമമാക്കാൻ ഒരുങ്ങി സംഘാടക സമിതി. തൃശൂർ ജില്ലാ സ്കൂൾ കലോത്സവം കലവറയുണർന്നു. ആഘോഷമായി പാചകപ്പുരയിൽ പാലുകാച്ചൽ നടന്നു. ചെറളയത്തെ YMCA ഹാളിലാണ് പാചകപ്പുരയും ഭക്ഷണ വിതരണവും ക്രമീകരിച്ചിരിക്കുന്നത്. കലോത്സവ വേദിയിൽ മീഡിയ റൂം സജ്ജമായി. കുന്നംകുളം ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ച മീഡിയ റൂം കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയക്കൽ ഉദ്ഘാടനം ചെയ്തു. കലോത്സവത്തിനോടനുബന്ധിച്ച് അക്കോമഡേഷൻ കമ്മിറ്റി റൂം ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ കൌൺസിലർ മിനി മോൺസി ഉദ്ഘാടനം നിർവഹിച്ചു. ശക്തമായ കാറ്റിലും മഴയിലും കുന്നംകുളത്ത് മരക്കൊമ്പൊടിഞ്ഞ് ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീണ് ഡ്രൈവർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷ ഡ്രൈവർ നസറുദ്ദീനാണ് പരിക്കേറ്റത്. ബംഗളൂരുവിലുണ്ടായ ആക്രമണത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഞാങ്ങാട്ടിരി സ്വദേശി മരിച്ചു. ലോറി ഡ്രൈവർ ഞാങ്ങാട്ടിരി താഴത്തേതിൽ 26 വയസ്സുള്ള മുഹമ്മദ് മുബാറക്കാണ് മരിച്ചത്. പുന്നുക്കാവ് ഭഗവതി ക്ഷേത്രം ക്ഷേത്രക്കുളം നവീകരണത്തിന്റെ ഭാഗമായുള്ള ബ്രോഷർ പ്രകാശനം ഗുരുവായൂർ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് നിർവഹിച്ചു. രോഗപീഠകളാൽ ദുരിതജീവിതം നയിക്കുന്ന 83-കാരിക്ക് അഭയമൊരുക്കാതെ മുഖം തിരിച്ച് സാമൂഹ്യനീതി വകുപ്പ്. കണ്ടാണശ്ശേരി പഞ്ചായത്തിലെ AKG നഗറിൽ കല്ലിങ്ങൽ വീട്ടിൽ ഭാർഗവിയാണ് മരുന്നും ഭക്ഷണവുമില്ലാതെ അധികാരികളുടെ ദയാവായ്പിനായി കാത്തിരിക്കുന്നത്. കുന്നംകുളം കോഓപ്പറേറ്റീവ് അർബൻ സൊസൈറ്റി വാർഷിക പൊതുയോഗവും ലാഭവിഹിത വിതരണവും നടന്നു. സാമൂഹിക പ്രവർത്തകനും ജനപ്രതിനിധിയുമായിരുന്ന RP മൊയ്തുട്ടിയുടെ സ്മരണാർത്ഥം എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂളിൽ ഡിസംബർ 5-ന് സംസ്ഥാനതല ചിത്രരചനാ മത്സരം നടക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ മറ്റം യൂണിറ്റിന്റെ വാർഷിക സമ്മേളനം നടന്നു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന ഇടവക മതബോധന യൂണിറ്റിന്റെ വാർഷികാഘോഷവും അവാർഡ് ദാനവും നടന്നു. പെരുമ്പിലാവ് പൊറവൂർ ശിവവിഷ്ണു ക്ഷേത്രത്തിൽ പൊറവൂർ തത്വമസി ദേശവിളക്കാഘോഷ കമ്മിറ്റി നടത്തിയ മുഴുവൻ വിളക്ക് ഭക്തിസാന്ദ്രമായി. യേശുദേവന്റെ തിരുജനനത്തിന്റെ മഹത്വം അറിയിച്ചുള്ള ക്രിസ്തുമസ് ആഘോഷങ്ങൾക്ക് തുടക്കമായി. ക്രൈസ്തവ വിശ്വാസികളുടെ 25 നോമ്പനുഷ്ഠാനത്തിനും തുടക്കമായി. ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയിൽ ലോക എയ്ഡ്സ് ദിനാചരണം നടത്തി. അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പം ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. UAE ഫുജൈറ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് പള്ളിയുടെ 13ാമത് ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ വർണ്ണാഭമായി. പുന്നയൂർ ശ്രീ പാവിട്ടക്കുളങ്ങര ശിവഭദ്ര ക്ഷേത്രത്തിലെ പുനരുദ്ധാരണ ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി ക്ഷേത്രം മാതൃസമിതിയുടെ നേതൃത്വത്തിൽ നറുക്കെടുപ്പ് നടത്തി. കേച്ചേരി NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും നടന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഗുരുവായൂർ മണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചന്നൂർ വട്ടമ്പാടം റോസ് ഓഡിറ്റോറിയത്തിൽ തന്മിയ വിജ്ഞാനവേദി സംഘടിപ്പിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.